നമ്മുടെ ശരീരത്തിലെ ഒരു ചെറിയ പോറലിലൂടെ ഉള്ളിൽ കയറി പച്ച മാംസം കാർന്ന് തിന്ന് നമ്മളെ കൊല്ലുന്ന ഒരു ശത്രുവിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. വൈറസോ വന്യമൃഗമോ ഒന്നുമല്ല. 2 വൻകരകളെ വിറപ്പിച്ച ഈ വില്ലൻ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത, എന്നാൽ കണ്ണിന് മുന്നിൽ കാണുന്ന ഒരു കൊച്ചു പ്രാണിയാണ്. ഇവരെ തടയാൻ വേണ്ടി മനുഷ്യൻ കണ്ടെത്തിയത് തോക്കോ ബോംബോ ഒന്നുമല്ല, മറിച്ച് പ്രകൃതി നിയമങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്ന, കേട്ടാൽ ആരും വിശ്വസിക്കാത്ത വിചിത്രമായൊരു മാർഗമായിരുന്നു. കൊടും കാടിന് നടുവിൽ ആകാശത്ത് നിന്ന് ലക്ഷക്കണക്കിന് പ്രത്യേക പടയാളികളെ താഴേക്ക് ഇറക്കിവിട്ട് നമ്മളൊരു അദൃശ്യ മതിൽ തന്നെ പണിതു. പക്ഷേ നമ്മൾ ജയിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആ ശത്രു വീണ്ടും ശക്തി പ്രാപിച്ചതും ഇത്രയും നാൾ നമ്മളെ കാത്ത സുരക്ഷാ കോട്ട ഇപ്പോൾ തകർന്നു തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കുഴിച്ചു മൂടിയ ആ വലിയ ദുരന്തം ഇപ്പോൾ വീണ്ടും മനുഷ്യൻ്റെ വാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇതിനെ നേരിടാൻ ഒരു ജീവിവർഗത്തെ ഭൂമുഖത്ത് നിന്ന് എന്നേക്കും മായ്ച്ചു കളയാൻ ശേഷിയുള്ള അതീവ അപകടകരമായ ഒരു അവസാനത്തെ ആയുധം പുറത്തെടുക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു കഥയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആളൊരു ഈച്ചയാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ഒരു സാധാരണ ഈച്ചയെ പോലെ ഇരിക്കും. ഇച്ചിരി കൂടെ വലിപ്പമുണ്ട്. നല്ല തിളങ്ങുന്ന നീലയും പച്ചയും കലർന്ന നിറം, വലിയ ചുവന്ന കണ്ണുകൾ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം കൊച്ചിലിയോമിയ ഹൊമിനിവോറാക്സ് എന്നാണ്. ലാറ്റിനാണ് ഈ പേര്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? മനുഷ്യനെ തിന്നുന്നവൻ. ചുമ്മാതെ ഇതിനാ പേരിട്ടതല്ല. ഇവൻ്റെ സ്വഭാവം അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. സാധാരണ പുഴുക്കൾ ചത്തതും അഴുകിയതുമായിട്ടുള്ള മാംസമാണ് തിന്നുക എന്ന് നമുക്കറിയാം. പക്ഷേ ഈ പറയുന്ന ന്യൂ വേൾഡ് സ്ക്രൂവേം ടൈപ്പിൽപ്പെട്ട ഈച്ചകൾ അങ്ങനെയല്ല. അതാണ് അവരെ അപകടകാരിയാക്കുന്നത്. ഈച്ചയെ അല്ല സത്യത്തിൽ അപകടകാരി, ഈച്ചയിലേക്ക് വരുന്ന കൊക്കൂണിന് തൊട്ടു മുമ്പുള്ള പുഴുവാണ്. ഇവന്മാർക്ക് വേണ്ടത് ജീവനുള്ള പച്ച മാംസമാണ്. ജീവനുള്ള ഒരു ശരീരത്തിലെ ചോരയും മാംസവും ഉണ്ടെങ്കിലേ ഇവന്മാർക്ക് വളരാൻ പറ്റൂ. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. മുട്ടയിടാൻ നടക്കുന്ന ഒരു പെണ്ണീച്ച ആദ്യം ഒരു മുറിവിൽ മണം പിടിക്കും. മുറിവ് വലുതാകണമെന്നൊന്നുമില്ല. വേലിയിൽ ഉരസി കന്നുകാലികൾക്കുണ്ടാകുന്ന ഒരു ചെറിയ പോറലോ മാനുകളുടെ വട്ടത്തിൻ്റെ കടിയോ, എന്തിനൊരു പശുക്കുട്ടി ജനിക്കുമ്പോൾ അതിൻ്റെ പൊക്കിൾ കൊടിയിലുണ്ടാകുന്ന മുറിവോ, അല്ലെങ്കിൽ മനുഷ്യദേഹത്തെ ഒരു ചെറിയ മുറിവോ ഒക്കെ മതി ഇതിന് മുട്ടയിടാൻ. ആ മുറിവിൻ്റെ വക്കിൽ വന്നിരുന്ന് ഒരു ഈച്ച ഏകദേശം 400ഓളം മുട്ടകൾ അട്ടിയായിട്ട് അടുക്കി വയ്ക്കും. 12 മുതൽ 24 മണിക്കൂറിനുള്ളിൽ ഈ മുട്ടകൾ വിരിയും. പുറത്തു വരുന്ന ലാർവകൾ അല്ലെങ്കിൽ പുഴുക്കൾ, ഇവനാണ് ഭീകരൻ. ഇവർ വെറുതെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. അവയുടെ വായുടെ ഭാഗത്തുള്ള കൊളുത്തു പോലെയുള്ള പല്ലുകളുണ്ടല്ലോ, ആ പല്ലുകൾ വെച്ച് മുറിവിനകത്തേക്ക് തുരന്ന് കയറാൻ തുടങ്ങും. സർഫസിലുള്ള മാംസമല്ല കഴിക്കുക. ഒരു സ്ക്രൂ പോലെ തുരന്ന് അകത്തേക്ക് കയറി ജീവനുള്ള കോശങ്ങളെയാണ് ഇത് ഭക്ഷണമാക്കുന്നത്. അതുകൊണ്ടാണ് ഇവയെ സ്ക്രൂ വേം എന്ന് വിളിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവറ്റകൾക്ക് മാംസം തിന്നുന്നതിനോടൊപ്പം തന്നെ ചില വിഷവസ്തുക്കളെ പുറപ്പെടുവിക്കാനുള്ള ശേഷിയുണ്ട്. ഇത് മുറിവുണങ്ങുന്നത് തടയുക മാത്രമല്ല, വല്ലാത്തൊരു മണമുണ്ടാക്കുകയും ചെയ്യും. ഈ മണമാണ് ഏറ്റവും വലിയ കെണി. കാരണം ഈ മണം കേട്ട് വേറെ പെണ്ണീച്ചകൾ അവിടേക്ക് വീണ്ടും പറന്നെത്തും. അവരും അവിടെ മുട്ടയിടും. അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ ആ ചെറിയ പോറലുണ്ടായിരുന്ന ഇടം ആയിരക്കണക്കിന് പുഴുക്കൾ അരിച്ചു പറക്കുന്ന വലിയൊരു ഗർത്തം ഒരു ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കും. അത് മനുഷ്യനിലോ മൃഗത്തിലോ ആകാം. ആ ജീവിയെ ഇത്തരം പുഴുക്കൾ ഉള്ളിൽ നിന്ന് തിന്നു തീർക്കും. സമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ 7-10 ദിവസത്തിനുള്ളിൽ ആ ജീവി, അത് ഏത് മൃഗമായാലും അല്ലെങ്കിൽ മനുഷ്യനായാലും, ചത്തുപോകും. ആദ്യകാലങ്ങളിൽ ഇത്തരം പുഴുക്കളെ ഇല്ലാതാക്കാൻ പല വിഷവസ്തുക്കളും ആ മുറിവിൽ പുരട്ടിയിരുന്നു. പുഴു ചാവുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ കന്നുകാലിയാണെങ്കിൽ ആ ജീവിയുടെ ശരീരത്തിലും കൂടി വിഷം കയറും. ഇപ്പോൾ പശുവാണെങ്കിൽ ആ വിഷം പാലിലൂടെ മനുഷ്യരിലേക്ക് എത്തിച്ചേരും. ഭീകരാവസ്ഥയാണ് ആദ്യകാലങ്ങളിൽ ഇത്തരത്തിൽ നോർത്ത് അമേരിക്കയുടെ ഭാഗങ്ങൾ ഇത്തരം ഈച്ചകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നൂറ്റാണ്ടുകളോളം അമേരിക്കൻ കാർഷിക മേഖലയുടെ ഒരു പേടി സ്വപ്നമായിരുന്നു ഇത്തരം ഈച്ചകൾ. തെക്കൻ അമേരിക്കയിലെ കന്നുകാലി വളർത്തുകാർക്ക് കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടമാണ് ഓരോ വർഷവും ഈ ഈച്ച ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, 1900-ന് ശേഷം അമേരിക്ക സൂപ്പർ പവറായിട്ടൊക്കെ വളർന്നു വന്നപ്പോൾ അവരുടെ ജനസംഖ്യയൊക്കെ എക്സ്പ്ലോഡ് ചെയ്തു. ആ സമയത്ത് ഒരുപാട് ലൈഫ് സ്റ്റോക്സുകൾ അവർ വളർത്താൻ വേണ്ടിയുള്ള ടെക്നിക്കുകൾ കൊണ്ടുവരികയും കുന്നുകൂട്ടി ഫാമുകൾ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതരം സീസണാണ് വേം സീസൺ എന്ന് പറയുന്നത്. ഫ്ലോറിഡയിലെ മാനുകളെയും ടെക്സസിലെ വന്യമൃഗങ്ങളെയും ഒക്കെ തന്നെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന ഈച്ചകൾ ക്രമേണ വൻതോതിൽ അമേരിക്കക്കാർ നടത്തുന്ന ലൈഫ് സ്റ്റോക്സ്, അതായത് കന്നുകാലികളെയും എരുമകളെയും പശുക്കളെയും പന്നികളെയും ആടുകളെയും ഒക്കെ ആക്രമിക്കാൻ തുടങ്ങി. ഒരു ശാപം പോലെ ചോരയും കാശും കൊടുത്ത് സഹിക്കേണ്ടി വന്ന ഒരു ദുരന്തമായിരുന്നു അത്.
പക്ഷേ 1930കളുടെ അവസാനത്തിൽ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിലെ ഒരു കൂട്ടം ഗവേഷകർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് കാര്യമായി മനസ്സിലാവുകയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രശ്നത്തെ തടയിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഴത്തിൽ പഠിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുത്തെ 2 സയൻറ്റിസ്റ്റുകളാണ് ഒരു കിടിലൻ ഐഡിയയുമായിട്ട് വരുന്നത്, എഡ്വേർഡ് നിപ്ലിങ്ങും റേമണ്ട് ബുഷ്ലാൻഡും. അക്കാലത്ത് അവർ മുന്നോട്ട് വെച്ചത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെയുള്ളൊരു കാര്യമാണ്. നിപ്ലിംഗ് ആണെങ്കിൽ ഈ മണിക്കൂറുകളോളം ഈ ഈച്ചകളുടെ ഇണചേരൽ രീതി നിരീക്ഷിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ഇവരുടെ വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ലൂപ്പ് ഹോൾ കണ്ടെത്തി. ആണീച്ചകൾക്ക് ആരുമായിട്ടും എപ്പോഴും വേണമെങ്കിലും ഇണചേരാം. അവർ ഭയങ്കര ഫ്ലേർട്ടാണ്. പക്ഷേ പെണ്ണീച്ചകൾ അങ്ങനെയല്ല. ജീവിതത്തിൽ ഒരൊറ്റ തവണ മാത്രമേ അവർ ഇണചേരുകയുള്ളൂ. ഒരിക്കൽ ഇണചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ ആണീച്ചയും തപ്പി പോവുകയുമില്ല. ബാക്കിയുള്ള കാലം മുഴുവൻ മുട്ടയിടാൻ വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തി അത് ജീവിക്കുകയും മുട്ടയിട്ടിട്ട് തൻ്റെ കുഞ്ഞ് ജനിക്കുമല്ലോ എന്ന കൃതാർത്ഥതയോടുകൂടി മരണപ്പെടുകയും ചെയ്യും. സോ ഈ പുഴുക്കൾ മാംസം കഴിച്ചു കഴിഞ്ഞ് കൊക്കൂണായിട്ട് പിന്നെ ഈച്ചയായിട്ടാണ് പറന്ന് ഈ ഒരു ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കുന്നത്. ഇവിടെയാണ് നിപ്ലിംഗ് എന്ന് പറയുന്ന ഗവേഷകൻ തൻ്റെ കണക്കുകൂട്ടലുകൾ കൊണ്ടുവരുന്നത്. അദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനെയാണ്: നമുക്ക് ലബോറട്ടറിയിൽ ലക്ഷക്കണക്കിന് ആണീച്ചകളെ വളർത്തിയിട്ട് അവയെ വന്ധ്യംകരിച്ച് കാട്ടിലേക്കൊന്ന് തുറന്നു വിട്ടാലോ? കാട്ടിലുള്ള ആണീച്ചകളേക്കാൾ കൂടുതൽ വന്ധ്യംകരിക്കപ്പെട്ട അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യപ്പെട്ട ആണീച്ചകളെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമായിരിക്കും? ഇണതേടി നടക്കുന്ന കാട്ടിലെ പെണ്ണീച്ചകൾ സ്വാഭാവികമായിട്ടും നമ്മൾ തുറന്നു വിട്ട വന്ധ്യംകരിക്കപ്പെട്ട ആണീച്ചകളുമായിട്ട് ഇണചേരും. അതോടെ അതിൻ്റെ പാരമ്പര്യം തീരും. കാരണം അവൾ പോയി മുട്ടയിടുമെങ്കിലും ഈ ആണീച്ചകളുടെ ബീജത്തിന് കേടുപാടുകൾ സംഭവിച്ചതുകൊണ്ട് അല്ലെങ്കിൽ DNA തകരാറ് വന്നതുകൊണ്ട് ആ മുട്ടകൾ വിരിയില്ല. അങ്ങനെ വരുമ്പോൾ തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഓരോ തലമുറ കഴിയുമ്പോഴും ഈച്ചകളുടെ മുട്ട വിരിയാതെ ഇതിൻ്റെ എണ്ണം കുറഞ്ഞു ഒടുവിൽ മൊത്തം ഈച്ചകളെയും ഇല്ലാതാക്കാൻ പറ്റില്ലേ? ഐഡിയ സൂപ്പറാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. വർഷം 1938. ഈ സമയത്ത് ഒരു ഈച്ചയെ കൊല്ലാതെ അതിനെ വന്ധ്യംകരിക്കാനുള്ള ടെക്നോളജി ഒന്നും വളർന്നു വന്നിട്ടില്ല. കെമിക്കൽസ് ഉപയോഗിച്ച് നോക്കി, ചൂടടുപ്പിച്ച് നോക്കി, തണുപ്പിച്ച് നോക്കി. പക്ഷേ ഇതൊന്നും ഈച്ച ചാവാതെ അതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് 2ാം ലോക മഹായുദ്ധം വരുന്നത്. അങ്ങനെ ആ ഐഡിയ അവിടെ കിടക്കുകയും അമേരിക്ക വേൾഡ് വാറിൻ്റെ കൂടെ പോവുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ അറ്റോമിക് ഏജിലേക്ക് കടന്നല്ലോ. അണുബോംബൊക്കെ ഉണ്ടാക്കി ഹിരോഷിമയിലിട്ടു. USSRും അമേരിക്കയും ബോംബുണ്ടാക്കി. പക്ഷേ ഈ അണുശക്തിയുടെ ഗുണത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഗവേഷകർക്കൊരു കാര്യം മനസ്സിലായി. എക്സ്റേകളും ഗാമാ കിരണങ്ങളും ഒക്കെ തന്നെ DNA നശിപ്പിക്കുന്നുണ്ട്, അതായത് മ്യൂട്ടേഷൻ വരുത്തുന്നുണ്ട്, ക്യാൻസറസ് ആണ്. സോ നിപ്ലിങ്ങും ബൂഷ്ലാൻഡും വീണ്ടും ഒന്നിച്ചിട്ട് അവർ ഹോസ്പിറ്റലുകളിലുള്ള എക്സ്റേ മെഷീനുകളും പിന്നീട് കൊബാൾട്ട് 60 പോലെയുള്ള റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകളൊക്കെ ഉപയോഗിച്ച് ഈച്ചകളെ പരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ഒരു മാജിക് എക്സ്പോഷർ റേറ്റ് കണ്ടെത്തി. അതായത് ഒരു പ്രത്യേക രീതിയിൽ കൃത്യമായൊരു റേഡിയേഷൻ ഈച്ച ലാർവ ഘട്ടത്തിൽ നിന്ന് പ്യൂപ്പയായി മാറുന്ന സമയത്ത് അടിക്കുകയാണെങ്കിൽ, ഒരു കൃത്യമായ ഗാമ റേഡിയേഷൻ കൊബാൾട്ട് 60ൽ നിന്ന് അടിക്കുകയാണെങ്കിൽ ആണീച്ചകളുടെ ബീജത്തിലെ ക്രോമസോമുകൾ നശിച്ചു പോകും. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ്. ഈച്ചയ്ക്ക് ശാരീരികമായിട്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവാൻ പാടില്ല. റേഡിയേഷൻ ഏറ്റാലും ഈ ഈച്ചകൾ സൂപ്പറാണ്, ഉഷാറായിട്ട് പറക്കും. പെണ്ണീച്ചകളെ ആകർഷിക്കും, ഫൈറ്റ് ചെയ്യും, കൂടുതൽ പെണ്ണീച്ചകളുമായിട്ട് ഇണചേരാൻ ശ്രമിക്കും. പക്ഷേ ബീജം മാത്രം വർക്കാകില്ല. മുട്ടയിൽ ബീജം ചേരുമ്പോൾ ഭ്രൂണം നശിച്ചു പോകും. പെണ്ണീച്ച വിചാരിക്കും തൻ്റെ മുട്ട വിരിയുമെന്ന്. പക്ഷേ ഫലത്തിൽ ഒന്നും സംഭവിക്കില്ല. ഇതിനെയാണ് സ്റ്റെറൈൽ ഇൻസെക്റ്റ് ടെക്നിക് അഥവാ SIT എന്ന് വിളിക്കുന്നത്. ആദ്യം ഫ്ലോറിഡയിലെ സാനിബൽ ദ്വീപിൽ ഇത് പരീക്ഷിക്കുകയുണ്ടായി. കുറച്ചൊക്കെ വിജയിച്ചു, പക്ഷെ പൂർണ്ണമായില്ല. കാരണം ഫ്ലോറിഡയിൽ നിന്ന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ കടലിന് മുകളിലൂടെ വേറെ ഈച്ചകൾ പറന്നു വരുന്നുണ്ട് എന്ന് കണ്ടെത്തി. അങ്ങനെ അവർക്ക് മനസ്സിലായി, പുറത്ത് നിന്ന് വേറെ ഈച്ചകൾ വരാത്തൊരു സ്ഥലത്തെ ഇതിനെ നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റും. അങ്ങനെ 1954 വെനസ്വേലയുടെ അടുത്തുള്ള ക്യൂറസോ ദ്വീപുണ്ട്. അത് ഡച്ചുകാരുടെ കയ്യിലുള്ളതാണ്. അങ്ങനെ ഡച്ച് ഗവൺമെൻറ്റിനോട് സഹായം ചോദിച്ചിട്ട് അതിനൊരു പെർഫെക്റ്റ് ലൊക്കേഷനായി എടുത്തിട്ട് ആ ചുറ്റുമുള്ള കടലിനെയും കരയിൽ നിന്നുള്ളൊരു 40-60 കിലോമീറ്റർ ദൂരത്തേക്ക് ഉപയോഗപ്പെടുത്തി അതിനെ ഒറ്റപ്പെടുത്തി അവിടെ സാധാരണ ഈച്ചകളെ വളർത്തിയിട്ട് US വിമാനങ്ങൾ വന്ധ്യംകരിച്ച ഈച്ചകളുമായിട്ട് അങ്ങോട്ട് പറന്നു. എന്നിട്ട് ബോക്സിൽ നിന്ന് താഴേക്കിടാൻ തുടങ്ങി. ആദ്യത്തെ ആഴ്ചകളിൽ വലിയ മാറ്റമൊന്നും കണ്ടില്ല. അങ്ങനെ പതുക്കെ ദ്വീപിലാകമാനം വിരിയാത്ത മുട്ടകളുടെ എണ്ണം കൂടി വരുന്നതായിട്ട് ഗവേഷകർ കണ്ടെത്തി. ആദ്യം 50%, പിന്നെ 70%. അങ്ങനെ ഒരു 10 ആഴ്ച കൊണ്ട് ദ്വീപിലെ മുഴുവൻ സ്ക്രൂവേം ഈച്ചകളും അപ്രത്യക്ഷമായി. അതോടെ ആ പരീക്ഷണം 100% വിജയമായിട്ടുള്ള ഒന്നായി മാറി, തിയറി വർക്കായി. അങ്ങനെ ഈ ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിൽ അമേരിക്ക വലിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. 1950 ഫ്ലോറിഡയിലെ വലിയൊരു ഈച്ച ഫാക്ടറി ആയിരുന്നു അതിൻ്റെ റിസൾട്ട്. ലക്ഷക്കണക്കിന് ഈച്ചകളെ അവിടെ ഉണ്ടാക്കി കൃത്യമായ സമയത്ത് റേഡിയേഷൻ അടുപ്പിച്ച് വിമാനത്തിൽ നിന്ന് താഴേക്കിട്ടു. 1959 ആയപ്പോഴേക്കും അമേരിക്കയുടെ തെക്ക് കിഴക്കൻ ഭാഗം അങ്ങനെ ക്ലീനായി. പക്ഷേ പടിഞ്ഞാറ് ഭാഗം കുറച്ച് ടഫാണ്. മെക്സിക്കോയിൽ നിന്ന് ഈച്ചകൾ അതിർത്തി കടന്ന് വരുന്നുണ്ട് എന്നൊരു പ്രശ്നം അവിടെയുണ്ട്. കാരണം ഈച്ചകൾക്ക് അമേരിക്കയും മെക്സിക്കോയും തമ്മിലുള്ള അതിർത്തി അറിയില്ലല്ലോ.
സോ അപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായി അതിർത്തിയിൽ കാവൽ നിന്നിട്ടല്ല കാര്യം, യുദ്ധം നമ്മൾ മെക്സിക്കോയിലേക്ക് കൊണ്ടുപോകണം. പക്ഷേ അമേരിക്കയെ പോലെ വൻതോതിൽ കന്നുകാലികളെ വളർത്തുന്ന ഒരു രാജ്യമല്ല മെക്സിക്കോ. കാരണം അമേരിക്കയെ പോലെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ അവർക്ക് ഇപ്പോഴും ഇല്ല. സോ മെക്സിക്കൻ ഗവൺമെൻറ് ആദ്യമൊന്നും അത് സമ്മതിച്ചില്ല. അവസാനം ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി 1972 അവർ മെക്സിക്കോയുമായിട്ട് ചേർന്ന് വലിയൊരു പ്ലാന്റ് തുടങ്ങി. പിന്നീട് നടന്നത് ഒരു ജിയോളജിക്കൽ ചെസ്സാണ്. അങ്ങനെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഓരോ രാജ്യങ്ങളുമായി ചേർന്ന് അവർ ഇങ്ങനെ ക്ലീൻ ചെയ്ത് തെക്കോട്ടേക്ക് വന്നു. 91 മെക്സിക്കോ ക്ലീനായി. പിന്നെ ഗ്വാട്ടിമാല, എൽ സാൽവദോർ, ഹോണ്ടുറാസ്, നിക്കാരാഗ്വ, അങ്ങനെ അവസാനം കോസ്റ്ററിക്കയും കടന്ന് അവർ പനാമയിലെത്തി. 1990കളുടെ അവസാനത്തോടെ അവർ പനാമയിൽ, അതായത് വടക്കേ അമേരിക്കയെയും തെക്കേ അമേരിക്കയെയും ചേർക്കുന്ന ഒരു ഇടുങ്ങിയ സ്ഥലത്തെത്തി. അതാണ് ഡാരിയൻ ഗ്യാപ്പ്. ഏകദേശം ഒരു 80-100 കിലോമീറ്റർ ദൂരത്തിൽ കൊടും കാടുകളും ചതുപ്പ് നിറഞ്ഞ റോഡുകളില്ലാത്ത പ്രദേശം. നിങ്ങൾ മാപ്പിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും വേർതിരിച്ച് നിർത്തിക്കൊണ്ട് തെക്കേ അമേരിക്കയെയും വടക്കേ അമേരിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ നൂൽപ്പാലം പോലത്തെ പ്രദേശമാണ്. ഈ ഡാരിയൻ ഗ്യാപ്പിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ ഗ്രേറ്റ് അമേരിക്കൻ ഹൈവേ എന്ന് പറയുന്ന വലിയൊരു ഹൈവേ ഉണ്ട്, പാൻ അമേരിക്കൻ ഹൈവേ. ഇത് ഏകദേശം അങ്ങ് ആർട്ടിക് പ്രദേശത്തു നിന്ന് തുടങ്ങി കാനഡ, അമേരിക്ക, മെക്സിക്കോ വഴി ഇങ്ങനെ താഴെ വന്നിട്ട് അർജന്റീന, ചിലി, പെറു അങ്ങനെ കടന്നു പോകുന്ന 2 അമേരിക്കൻ ഭൂഖണ്ഡങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു ഹൈവേ ആണ്. പക്ഷേ ഇതിന് ഡിസ്കണക്ഷൻ ഉണ്ടാകുന്നത് ഈ പറയുന്ന ഡാരിയൻ ഗ്യാപ്പിലാണ്. അതിൻ്റെ കാരണം ഒന്ന് വളരെ ഹാർഷായിട്ടുള്ള ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ്, 2 ഭയങ്കരമായിട്ടുള്ള ജീവജാലങ്ങളും വലിയ കാടുമുണ്ട്. പിന്നെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഒരുപാട് മയക്കുമരുന്ന് സംഘങ്ങളും കൊള്ള സംഘങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ കേട്ടിട്ടുള്ള പനാമ കനാൽ ഏകദേശം ഈ ഒരു ഗ്യാപ്പിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊരു സ്വാഭാവിക മതിലാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെക്കേ അമേരിക്കയിൽ ഈ സമയത്തും നിറയെ സ്ക്രൂവേമുണ്ട്. എന്നാൽ വടക്കേ അമേരിക്ക പനാമ വരെ സേഫാണ്. പക്ഷേ പനാമയ്ക്ക് ഇപ്പുറം ഈച്ച വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡാരിയൻ ഗ്യാപ്പിൽ ഒരു ബയോളജിക്കൽ വാള് പണിഞ്ഞ് വെക്കണം എന്ന് US-ഉം പനാമയും ചേർന്ന് തീരുമാനിക്കുകയും COPEG അഥവാ കോപ്പെഗ് എന്ന് പറയുന്ന ഒരു കമ്മീഷനും ഉണ്ടാക്കി. പനാമയിലെ പക്കോറ എന്ന സ്ഥലത്ത് അവർ അങ്ങനെ വലിയൊരു ഫാക്ടറി ഉണ്ടാക്കി. കാറോ മൊബൈലോ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി അല്ല. എല്ലാ കാലത്തും ആഴ്ചയിൽ 3 കോടിയിലധികം ഈച്ചകളെ നിർമ്മിച്ച് ഇതിൻ്റെ മുകളിൽ നിക്ഷേപിക്കാൻ കഴിയുന്ന വലിയ സംവിധാനമുള്ള വന്ധ്യം കരിക്കപ്പെടുന്ന ഈച്ചയെ ഉണ്ടാക്കുന്ന ഒരു ഹൈടെക് ഫാക്ടറി ആയിരുന്നു അത്. 24 മണിക്കൂറും 365 ദിവസവും പ്രവർത്തിക്കുന്ന ഒരു ഭീമൻ സംവിധാനം. ഇനി എങ്ങനെയാണ് ഈ ഫാക്ടറിക്കകത്ത് പ്രവർത്തനം നടക്കുന്നതെന്ന് ഞാൻ പറയാം. ഈ ഫാക്ടറിയുടെ ഉള്ളിൽ അമോണിയയുടെയും അഴുകിയ ജൈവവസ്തുക്കളുടെയും മണം ഉണ്ടാവും. ലാർവകൾക്ക് തിന്നാൻ കൊടുക്കുന്നത് ചോരയും മുട്ടപ്പൊടിയും സോയാപ്പൊടിയും പാലുൽപ്പന്നങ്ങളും ഒക്കെ ചേർന്നൊരു പ്രത്യേക ജെല്ലാണ്. ആദ്യകാലത്ത് കുതിരയിറച്ചിയൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ അതൊരു എത്തിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് ഹൈടെക് ഫുഡാക്കി മാറ്റി. ഈ ലാർവകൾ ഇതൊക്കെ തിന്ന് പെട്ടെന്ന് വളർന്ന് പ്യൂപ്പയാകുന്ന സമയത്ത് ഇവയെ കളക്ട് ചെയ്ത് ഇതിൽ നിന്ന് മെയിൽ ഈച്ചകളെ വേർതിരിച്ച് റേഡിയേഷൻ ചേംബറിലേക്ക് അയക്കും. അവിടെ വെച്ച് കൃത്യമായ അളവിൽ Cesium 137 കൊബാൾട്ട് 60 ഉപയോഗിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ കൃത്യമായ ഗാമ റേഡിയേഷൻ കൊടുക്കും. അളവ് കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ ഈച്ചയ്ക്ക് ക്ഷീണം വരും. സോ അവർക്ക് പെണ്ണീച്ചകളെ പെട്ടെന്ന് ആകർഷിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല. റേഡിയേഷൻ കുറഞ്ഞു പോയാൽ അവർ വന്ധ്യംകരിക്കപ്പെടുകയുമില്ല. സോ അങ്ങനെ സംഭവിച്ച ഈച്ചകളുടെ എണ്ണം ഇരട്ടിയാവും. കാര്യം അതൊരു ദുരന്തമാവുമല്ലോ. റേഡിയേഷന് ശേഷം ഇത്തരം ജീവികളെ തണുപ്പിച്ചിട്ട് ചിൽ കോമ എന്നൊരവസ്ഥയിലേക്ക് ഇവരെ മാറ്റും. തണുപ്പ് തട്ടുമ്പോൾ ഇവർ അനങ്ങാതെ ഒരു ബോധം പോയ അവസ്ഥയിലായിരിക്കും കിടക്കുക. അങ്ങനെ ഇവരെ ബോക്സുകളിലാക്കി വിമാനത്തിൽ കയറ്റി പഴയ DC-3 അമേരിക്കൻ വിമാനങ്ങളുണ്ട്, അതിനെ മോഡിഫൈ ചെയ്ത് പുതിയ എഞ്ചിനൊക്കെ വെച്ച് അത് ഉപയോഗിച്ചുകൊണ്ടാണ് പനാമയുടെ മുകളിൽ നിക്ഷേപിക്കുന്നത്. ഈ വിമാനങ്ങൾ ഡാരിയൻ ഗ്യാപ്പിന് മുകളിലൂടെ പറന്ന് വിമാനത്തിലുള്ളൊരു മെഷീൻ കൃത്യമായ ഇടവേളകളിൽ തണുത്തുറഞ്ഞ ഈച്ചകളെ ബോക്സിൽ നിന്ന് താഴേക്ക് ഡംപ് ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 2000 ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ബോക്സ് തുറന്ന് പുറത്തുള്ള ചൂടേറ്റിട്ട് ഇത്തരം ഈച്ചകൾ ഉണർന്ന് കാടിൻ്റെ മുകളിലെത്തുമ്പോൾ ഫുൾ ആക്റ്റീവ് ആവും. ഈ സമയത്ത് നല്ല വിശപ്പും ഇണചേരാനുള്ള ത്വരയും ഒക്കെ ആയിട്ടാണ് ഇത്തരം ആണീച്ചകൾ പറക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ പരിപാടി സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നുണ്ട്. കോൺക്രീറ്റും കമ്പിയും കൊണ്ടുള്ള മതിലല്ല, മറിച്ച് ജെനറ്റിക്സ് കൊണ്ടുള്ളൊരു മതിലാണ്. കൊളംബിയയിൽ നിന്ന് പറന്നു വരുന്ന ഏതൊരു കാട്ടീച്ചയും നമ്മളിട്ട വന്ധ്യംകരിച്ച ഈച്ചയുമായിട്ട് ഇണചേർന്ന് അവയുടെ വംശം അറ്റുപോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അമേരിക്കയ്ക്ക് ഇത് കോടിക്കണക്കിന് ഡോളറിൻ്റെ ലാഭമാണ്. കാരണം ഇവർ ഈ ഫാക്ടറി നടത്തുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് നഷ്ടമാണ്. ലൈഫ് സ്റ്റോക്കുകൾ ഈച്ച ബാധിച്ച് ചത്തുപോയാൽ അവരുടെ വിപണിക്കുണ്ടാകുന്ന പ്രശ്നവും ബീഫിൻ്റെ വിലക്കയറ്റവും ഫുഡ് സെക്യൂരിറ്റിയും ഒക്കെ. സോ മൃഗങ്ങൾക്ക് ആശ്വാസമായി, കർഷകർക്ക് ലാഭമായി. പക്ഷേ അതൊരു വലിയ വൻ വിജയഗാഥയായിരുന്നു. പക്ഷേ പ്രകൃതി അങ്ങ് തോൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അതെ, പരിണാമം അഥവാ എവല്യൂഷൻ അവിടെയുണ്ട്. അതെപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഗവേഷകർ ഇങ്ങനെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ രീതികളെ മറികടക്കുന്ന രീതിയിലുള്ള ഈച്ചകൾ അതിജീവിക്കാൻ തുടങ്ങി. 2023 അവസാനത്തോടെ പനാമയിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ തുടങ്ങി. ആ ബയോളജിക്കൽ മതിൽ തകർന്നിരിക്കുന്നു. പനാമയിൽ സുരക്ഷ നിന്ന് കരുതിയ മേഖലകളിൽ സ്ക്രൂവേം കാണുന്നുണ്ട്.
പശുക്കളിലും പട്ടികളിലും മനുഷ്യരിലും ഇത് അതിവേഗം പടർന്ന് കോസ്റ്ററിക്കയിലേക്ക് എത്തി. അങ്ങനെ കോസ്റ്ററിക്കൻ ഗവൺമെൻറ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആ പഴയ ഭൂതം കുപ്പിയിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് വന്നിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പറയാം. പ്രധാനമായിട്ടും 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഫാക്ടറിയിലെ ഈച്ചകളുടെ ക്വാളിറ്റിയാണ്. 20 വർഷത്തിലേറെയായി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫാക്ടറിയിൽ ആ ഈച്ചകൾക്ക് നല്ല സുഖസൗകര്യമുണ്ട്. സോ അവർ ഡൊമസ്റ്റിക്കേറ്റഡായി, കാട്ടിലെ ഈച്ചകളെ പോലെ കരുത്തന്മാരല്ലാത്തവയായി വളർത്തുന്ന ഈച്ചകൾ. സോ കാട്ടിലെ പെണ്ണീച്ചകൾക്ക് പെട്ടെന്ന് കാട്ടിലെ ഈച്ചയെയും വളർത്തുന്ന ഈച്ചയെയും മനസ്സിലാവും. സോ ഇവൻ ശരിയല്ലല്ലോ എന്ന് തോന്നി ഫാക്ടറി ഈച്ചകളെ പെണ്ണീച്ചകൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനെ ബിഹേവിയറൽ റെസിസ്റ്റൻസ് എന്ന് പറയും. രണ്ടാമത്തെ കാര്യമാണ് കുടിയേറ്റം. ഞാൻ പറഞ്ഞു ഡാരിയൻ ഗ്യാപ്പ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. പണ്ടാരും അതിലേക്ക് പോകാറില്ലായിരുന്നു. പക്ഷേ 2023 മാത്രം 5 ലക്ഷത്തിലധികം അഭയാർത്ഥികളാണ് തെക്കൻ അമേരിക്കയിൽ നിന്ന് US കുടിയേറാനായിട്ട് ശ്രമിക്കുന്നത്. ഇവരുടെ കൂടെ പട്ടികളൊക്കെ ഉണ്ടാവും, ഇവരുടെ ശരീരത്തിലും മുറിവുണ്ടാവും. സോ കൊളംബിയയിൽ നിന്ന് മുറിവിൽ ഈച്ചയുടെ ലാർവയുമായിട്ട് വരുന്നൊരു പട്ടി അല്ലെങ്കിൽ മനുഷ്യൻ കാട് കടന്ന് പനാമയിലെത്തുമ്പോൾ ആ ഈച്ചകളെ അവിടെ വളർത്തി വിരിയിച്ച് പുതിയ ഈച്ചകളാക്കി മാറ്റിയിട്ടുണ്ടാവും. അതായത് മനുഷ്യനും മൃഗങ്ങളും ചേർന്ന് ഈ ദുഷ്ടനായ ഈച്ചകളെ കള്ളക്കടത്ത് നടത്തുകയാണ്, അതിർത്തി കടത്തുകയാണ്. മൂന്നാമത്തേതാണ് കാലാവസ്ഥാ വ്യതിയാനം. ചൂട് കൂടിയപ്പോൾ ഈച്ചകൾക്ക് മലമുകളിലെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ഘട്ടം ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞ ചിൽക്കോമയുണ്ടല്ലോ, ആ അവസ്ഥ സ്വാഭാവികമായിട്ട് ഇല്ലാതാകാൻ തുടങ്ങി. അതോടെ നമ്മൾ സംരക്ഷിക്കേണ്ട ഏരിയയും വലിപ്പവും കൂടി. അങ്ങനെ അമേരിക്കൻ ഗവൺമെൻറ് വീണ്ടും പണവും ആൾക്കാരെയും അവിടേക്ക് ഒഴുക്കുകയാണ്. ഈ വീര്യം കുറഞ്ഞ ഈച്ചകളെ മാറ്റി വീര്യം കൂടിയ ഈച്ചകളെ കാട്ടിൽ നിന്ന് പിടിച്ച് അവയെ ക്രോസ് ബ്രീഡ് ചെയ്യിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കൂടുതൽ വിമാനങ്ങൾ, കൂടുതൽ സാമ്പിളുകൾ നിക്ഷേപിക്കേണ്ടി വരും. പക്ഷേ ഇതൊരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എത്രത്തോളം ശ്രമിച്ചാലും പുതിയ പുതിയ രീതിയിൽ പ്രകൃതി എവല്യൂഷൻ കണ്ടെത്തും. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ വരുന്ന ക്രിസ്പർ കാസ്9 പോലെയുള്ള ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതായത് നമുക്ക് വേണ്ട രീതിയിലുള്ള ക്വാളിറ്റീസ് നമുക്ക് ജീൻസിലേക്ക് കടത്തിവിട്ട് ജീവിയുടെ സ്വഭാവ സവിശേഷത മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ റേഡിയേഷന് പകരം ജീനുകളിൽ മാറ്റം വരുത്തി ജീൻ ഡ്രൈവ് എന്ന ടെക്നോളജി കൊണ്ടുവരാനായിട്ട് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. പെൺകൊതുകുകളെ മാത്രം കൊല്ലുന്ന ഒരു ജീൻ ഈച്ചകളിലേക്ക് കടത്തിവിടുകയും അവർ ഇണചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങൾ മാത്രം ജീവിക്കുകയും പെൺകുഞ്ഞുങ്ങൾ ചാവുകയും ചെയ്യുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കിയേ. സോ അങ്ങനെ വരുമ്പോൾ മുട്ട വിരിയും, പക്ഷേ പെണ്ണീച്ചകൾ ചത്തുപോകും. പെണ്ണീച്ചകളുണ്ടെങ്കിലല്ലേ മനുഷ്യരിലും മൃഗങ്ങളിലും മുട്ടയിടും. പക്ഷേ ഈച്ചകൾ അവിടെ പുതിയ ഒരു ജീനും ക്യാരി ചെയ്ത് കുഴപ്പക്കാരായിട്ടുള്ള പെണ്ണീച്ചകളായിട്ട് വീണ്ടും ഇണചേർന്ന് മുട്ടയിടാൻ പ്രേരിപ്പിച്ച് ആ മുട്ടയിലും പെണ്ണീച്ചകൾ ആയിട്ടുള്ള മുട്ടകൾ വിരിയില്ല, ഈച്ചകളുള്ള മുട്ടകൾ മാത്രം വിരിയും. അങ്ങനെ പതുക്കെ പതുക്കെ ജീൻ കൈമാറി കുറേ തലമുറ കഴിയുമ്പോൾ പെണ്ണീച്ചകൾ ഇല്ലാതാകും. തെക്കേ അമേരിക്കയിൽ നിന്ന് മൊത്തത്തിൽ ഈ ഒരു വർഗ്ഗത്തെ തുറച്ചു നീക്കാൻ ഈ ഒരു കാര്യത്തിന് കഴിയും. അത് എവല്യൂഷനെയും മറികടക്കും. പക്ഷേ അതൊരു മോറൽ ഇഷ്യൂ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഭൂമുഖത്ത് നിന്നൊരു ജീവിയെ തുറച്ചു കളഞ്ഞാൽ അതിന് നമുക്ക് അവകാശമുണ്ടോ എന്നുള്ളതൊരു ചോദ്യം. മാത്രമല്ല, ഈ ഒരു ഈച്ച പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. ചിലപ്പോൾ നമുക്ക് ശല്യമാണെങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ പ്രകൃതി ദുരന്തമുണ്ടാകാൻ ഇത്തരം ഈച്ചകളുടെ വംശനാശം കാരണമാകാൻ സാധ്യതയുണ്ട്. തൽക്കാലം വടക്കേ അമേരിക്കയുടെ സുരക്ഷ ആ പൈലറ്റുമാരുടെയും ഫാക്ടറി ജീവനക്കാരുടെയും കയ്യിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ബീഫിൻ്റെ വിലയൊക്കെ കൂടി അമേരിക്കക്കാർ നല്ല രീതിയിൽ യുദ്ധം ഉണ്ടാക്കും. നമ്മൾ പ്രകൃതിയെ ജയിച്ചു എന്ന് അഹങ്കരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണിത്. ശാസ്ത്രം കൊണ്ട് നമുക്ക് പലതും ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ യുദ്ധത്തിൻ്റെ ഘട്ടവും അതിൻ്റെ രീതികളും മാറും. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ അമേരിക്കയിലും പനാമയിലും മാത്രം നടക്കുന്ന കാര്യമല്ലേ? പക്ഷേ അങ്ങനെ അല്ല. ഈ ഒരു ടെക്നോളജി ഇപ്പോൾ ലോകം മൊത്തം പടരുന്നുണ്ട്. എന്തിന്? നമ്മുടെ ഇന്ത്യയിൽ ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മുടെ പ്രശ്നം സ്ക്രൂവേം അല്ല. നമ്മുടെ പ്രശ്നം ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊല്ലുന്ന മറ്റൊരു വില്ലനെ ഇല്ലാതാക്കാനാണ്. സാക്ഷാൽ കൊതുക്. ഡെങ്കിപ്പനിയും സിക്കയും ചിക്കൻ ഗുനിയയും പരത്തുന്ന ഈഡീസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളുണ്ടല്ലോ. ഇതിനെ നേരിടാൻ സ്പ്രേയും കൊതുകുതിരിയും ഒന്നും മതിയാകില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ബ്രസീലിലെയും അമേരിക്കയിലെയും ഒക്കെ സ്റ്റെറൈൽ ഇൻസെക്റ്റ് തന്ത്രം അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷൻസ് ഉപയോഗിച്ച് കൊതുകുകളെ നേരിടാൻ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിന് വെല്ലുവിളിയുണ്ട്. കൊതുകെന്ന് പറയുന്ന ഈച്ചയെ പോലെ ഒറ്റ പങ്കാളിയെ മാത്രം തേടുന്ന ഒരാളല്ല. അതേപോലെ ഏത് റേഡിയേഷൻ അടിച്ചാലാണ് അതിൻ്റെ മുട്ട വിരിയാതിരിക്കുക എന്ന് കണ്ടെത്തിയിട്ടില്ല. അത് കുറച്ചും കൂടെ ലോല ജീവിയാണ് കൊതുക് ഈച്ചയേക്കാൾ. സോ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. ഓക്സിടെക് എന്നൊരു കമ്പനിയൊക്കെ ഇതിൽ വലിയ രീതിയിലുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. ലാബിലുണ്ടാക്കിയ ആൺകൊതുകുകളെ തുറന്നുവിട്ട് അവ കാട്ടിലെ പെൺകൊതുകുകളുമായിട്ട് ഇണചേരുകയും അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ചത്തുപോവുകയും ചെയ്യുന്ന രീതിയിൽ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകളുടെ എണ്ണം കുത്തനെ കുറയ്ക്കാനായിട്ട് പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നാൽ ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പരിശോധിക്കുന്നുണ്ട്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജനറ്റിക് ആൻഡ് സൊസൈറ്റി പോലെയുള്ള, അതായത് TIGS പോലെയുള്ള സ്ഥാപനങ്ങൾ ഇതിൽ റിസർച്ച് നടത്തുന്നുണ്ട്. ഡെങ്കിപ്പനിയെ പിടിച്ചുകെട്ടാൻ ജനിതക മാറ്റം വരുത്തിയ കൊതുകുകൾ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ തന്നെ കൃഷിയെ നശിപ്പിക്കുന്ന ഫ്രൂട്ട് ഫ്ലൈ പോലെയുള്ള ഈച്ചകളെ നിയന്ത്രിക്കാൻ പൂനെയിലും മറ്റും ചില സ്റ്റെറൈൽ ഇൻസെക്റ്റ് ടെക്നിക്കുകൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കാര്യത്തിൽ അത് അത്ര എളുപ്പമല്ല.
ഒന്നാമത്തെ കാര്യം, ജനറ്റിക് വേരിയേഷൻ വരുത്തിയ ജീവി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് പേടിയുണ്ട്. പിന്നെ നമ്മുടെ പ്രകൃതി കുറച്ചുകൂടെ ലോലമാണ്. അപ്പോൾ അത് തെറ്റുമോ, വേറെ അസുഖങ്ങൾ ഉണ്ടാകുമോ എന്നിങ്ങനെയുള്ള വലിയ ആശങ്കകളും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ടും പ്രക്ഷോഭം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടും ഗവൺമെൻറ് ഇതിന് അനുമതി കൊടുക്കാൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. പക്ഷേ ഭാവിയിൽ മനുഷ്യനെ കൊതുക് കൊല്ലുന്നതിനേക്കാൾ കൊതുകിനെ കൊണ്ട് തന്നെ കൊതുകിനെ കൊല്ലിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറേണ്ടി വരും. ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതല്ല, മനുഷ്യൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാനുള്ള മാർഗ്ഗമായിട്ടാണ് ഇതിനെ കാണുന്നത്. പ്രകൃതിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ അതിലുള്ള പല ജീവജാലങ്ങളെയും ഇല്ലാതാക്കാനുള്ള മനുഷ്യൻ്റെ ബോധപൂർവമായ ഇടപെടലാണ് എന്ന് പറയേണ്ടി വരും. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഈ വിഷയം നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? ഡാരിയൻ ഗ്യാപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു വലിയ പ്രോജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്, ഞാനാണ് പറഞ്ഞു തന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്ത് നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ